113ന്റെ നിറവിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂൾ. അലഗ്രിയ 2025 എന്ന സ്കൂൾ വാർഷികാഘോഷം ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ യുവ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പാർവതി മുഖ്യാതിഥിയായി. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ 113ാമത്തെ സ്കൂൾ വാർഷികമായ അലഗ്രിയ 2025 ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചത്. സ്കൂളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ട് ഇവിടെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകത്തിന്റെ ഒരു ആവശ്യകതയെ നമ്മുടെ ഈ സ്കൂളിനില്ല. കാരണം മറ്റു സ്കൂളിൽ നിന്ന് വിഭിന്നമായി നമ്മളുടെ ഒരു കുറവ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടികൾ കുറവാണ്. അതാണ് നമ്മളുടെ ഒരു സങ്കടമായിട്ട് റിപ്പോർട്ടിന്റെ അവസാനം ടീച്ചർ പറഞ്ഞത്. ശരിയാണ്. പക്ഷെ കുട്ടികൾ കുറവാണെങ്കിലും ആ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ ഇവിടുത്തെ ഷാജി സാർ അടക്കമുള്ള അധ്യാപകർ ആ കുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട ഒരു പ്രധാന കാര്യം, എന്ത് ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നടത്തുന്നത് പോലും ഇവിടെ കുട്ടികളെ കൊണ്ട് ഒളിമ്പിക്സിന്റെ അത് ആ രീതിയിൽ ഇവിടെ കുട്ടികളെ കൊണ്ട് ഓടിപ്പിക്കുന്നു. അതുപോലെ ഓരോ പ്രവൃത്തികളും മറ്റ് എന്താ പറയാ എല്ലാ മേഖലകളും ഒരു മേഖലയും ഇടാതെ എല്ലാം വായന ദിനമാവട്ടെ എല്ലാ സ്കൂളുകളിലും നമ്മൾ കാണുന്നത് വായനാ ദിനം അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഈ സ്കൂളില് എല്ലാ അറിവുകളും കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു നിസ്സാര കാര്യം പോലും. സ്കൂൾ PTA പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പ്രശസ്ത യുവ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പാർവതി മുഖ്യ അതിഥിയായി. നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ലേ? നാളെ വേറൊരു സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ സ്കൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? എങ്ങനെയാ പറ്റുന്നേ? ഇതുപോലെ നിങ്ങൾ വെറുതെ വീട്ടിൽ അടങ്ങിയിരിക്കാതെ വലുതാവുമ്പോ കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ പഠിക്കുക, പഠിക്കാൻ ഇഷ്ടമുള്ളവർ പഠിക്കുക, എഴുതാൻ ഇഷ്ടമുള്ളത് എഴുതുക, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുക, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ ഡാൻസ് കളിക്കുക, അപ്പൊ സിനിമയൊക്കെ ഇഷ്ടമുള്ളവർ സിനിമ താരാവുക അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതില് കേറി പോവാം. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ ഇന്നത്തെ ഈ പഠന നിലവാരത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ ഈ കുരുന്നുകൾ തന്നെയാണോ നമുക്ക് ഈ നിലവാരത്തിലേക്ക് എത്തിയത്? നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ വളരെയധികം പോയിന്റുകൾ നേടി, 65ൽ 59 പോയിന്റും നേടി നമ്മുടെ ഈ സ്കൂളിനെ മികച്ചതാക്കി 4ാം സ്ഥാനത്ത് എത്തിച്ച നമ്മുടെ ഈ കുരുന്നുകൾ നമ്മുടെ ഇലഞ്ഞിയുടെ തന്നെ ഒരു വാഗ്ദാനമാണ്. ചടങ്ങിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ വാർഡ് മെമ്പർ സുമോൻ ചെല്ലപ്പൻ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ആര്യ K തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ജോൺ, അധ്യാപക പ്രതിനിധികളായ R സ്വപ്നശ്രീ, M ഷീനാരാജ്, PM ബിന്ദു, സിബിയ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ ഈ സ്കൂളിന്റെ ഈ 113ാം വാർഷികം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതോടൊപ്പം ഈ രക്ഷാകർത്തൃ പരിപാടിയും നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നോക്കിയാൽ നമ്മൾ വളരെ കുറച്ച് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളെങ്കിൽ പോലും നമ്മുടെ ഈ സ്കൂളിൽ നിന്നും നമ്മുടെ കലാപരമായ പ്രോഗ്രാമുകൾക്കും നമ്മുടെ കുട്ടാറ ഉപജില്ലാ മത്സരത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്കൂളുകൾ 64 പോയിന്റ് ഉള്ള ആദ്യ പ്രവർത്തനം 54 പോയിന്റ് വാങ്ങിക്കൊണ്ട് നമ്മുടെ ഈ സ്കൂളിലെ കൊച്ചുകുട്ടികൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രക്ഷകർത്താക്കളും അധ്യാപകരും നയിച്ച കരോക്കെ ഗാനമേളയും നൃത്യങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, പിറവം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.